എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്, ആര് ഉദ്ഘാടനം ചെയ്യും? എന്തോന്ന് അതിനല്ല നടി വന്നേക്കുന്നത്. അത് ഇവിടുത്തെ നാട മുറിക്കുന്ന കാര്യം. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നാട കഴിച്ച് ആര് ഉദ്ഘാടനം ചെയ്യുന്ന. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. അയ്യടാ, അത് ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടോട്ടാ എന്ന് പറഞ്ഞ എങ്ങനെയാ? ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കയറാൻ പറ്റൂ? അതാരാൻ തീരുമാനിക്ക്. കബഡി തരട്ടെ. നിങ്ങൾ എല്ലാത്തിനും കബഡി എടുത്തിട്ട് വന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടോസ് ഇട്ട് നോക്കിയാലോ? ആരെങ്കിലും കോയിന്തോ? അല്ല, ഇതിപ്പോ നമ്മള് 4 പേരില്ലേ? 2 പേരും കൂടെ ഒന്ന് വിളിച്ചെന്ത് ചെയ്യും? അത് നേരാണല്ലോ. 2 പേര് പിന്മാറണം, അല്ലാതെ ടോസ് ഇടൽ നടക്കില്ല. പക്ഷെ അതാര് പിന്മാറും? ഞാൻ പിന്മാറാം. ഒരാളായി. അതൊക്കെ പക്ഷെ എനിക്ക് സമയം കൂടുതൽ വേണം. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാനും പിന്മാറാം. എനിക്ക് സമയം കൂടി തരണം. നിങ്ങൾ 2 ആകെയുള്ള 4 മണിക്കൂറാ. നമ്മൾ കേറുന്നതേ സൊറ പറയാനല്ല. എന്നാ അണ്ണൻ പിന്മാറ്. അത് നടക്കൂല. എന്റെ കെട്ടിടം ഉള്ളത് കൊണ്ടാ ഈ നാടകമൊക്കെ നടക്കുന്നത്. കെട്ടിടം ഉണ്ടായിട്ട് എന്ത് ചെയ്യാൻ? സാധനത്തിന് കൊണ്ടുവന്ന ഞാനല്ലേ. അത് നീ പറയും. ഞാൻ മാറാം. മതിയോ? ടോസ് ഇടാലോ? ഇതെന്താ ടോസ് ഒക്കെ ഇട്ട് കളിക്കണേ? അയ്യോ അല്ല, കളി IPL ജയിക്കുന്ന ടോസ് ഇട്ട് നോക്കരുത്. എന്റെ പൊന്നെ, അത് ആരെങ്കിലും ജയിക്കട്ടെ. വാ, ഉദ്ഘാടനത്തിന് സമയായി, അങ്ങോട്ട് വാ. നീ ചെല്ല്, ഞങ്ങള് വന്നോളാം. എന്താ വരുന്നില്ലേ? വരാൻ സുചി. തലയല്ലേ? തന്റെ തലയിപ്പ് പോയേനെ. മൊത്തം പൊളഞ്ഞേനെ. ഇപ്പം വാങ്ങാട്ടെ. ഓ അതെ, എല്ലാരും കൂടി ഇങ്ങനെ തിക്കി വരണ്ട. അതൊക്കെ ദീപ്തിക്ക് ബുദ്ധിമുട്ടാവും. ഇങ്ങോട്ട് ഞാൻ കത്തിക്കാം. എനിക്ക് ഇനി ഞാൻ ഒരു ബാക്ക് ക്യാമറയിൽ ബാക്ക് ചെയ്യുന്നത് സമ്മതിക്കാം. ചേച്ചി, ഈ കെട്ടിന് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചതേ ചേച്ചിയും കൂടെ തീരുമാനിച്ചിട്ടാണോ? ഏയ്, മൂപ്പരുടെ ഐഡിയ. മൂപ്പരുടെ മാത്രം ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉടായ്പ എനിക്കും മണക്കുന്നുണ്ട്. നേരെ പിടിച്ചെടുക്കാതെ. അവള് വന്നപ്പോ തൊട്ടേ എല്ലാത്തിന്റെ വെപ്രാളം ചേച്ചി ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അതെ, റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? രാഘവാലത്തിനും പറയണം. ചേച്ചി എന്റെ കൂടെ നിൽക്കാവോ? ഇത് ഞാൻ പൊളിച്ച് കൈ തരാം. വാ. കമലു, വണ്ടി റെഡി അല്ലേ? ദീപ്തിയെ ഞങ്ങൾ കൊണ്ടാക്കാം. നിങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദീപ്തിയെ പോലെ ഒരു സെലിബ്രിറ്റി ഒക്കെ വരുമ്പോ നന്നായി ട്രീറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അല്ലേ പ്രിയങ്ക? അപ്പൊ ശരി, പോയിട്ട് വരാം കേട്ടോ. വാ, നമുക്ക് പോവാം. വാ. ഇത് കൊണ്ടുപോകണം. കഷ്ടം. തേങ്ങല്ലടേ. അരവിന്ദ, നീ വിഷമിക്കണ്ട. ഹോട്ടലിലാക്കിട്ട് അവരങ്ങ് പോക്കോളൂ. പോവില്ലേ? ബെസ്റ്റ് പോവായിരിക്കും.
ഇരിക്ക് ചേച്ചി. ആ. ഇരിക്ക്. മോൾക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടാ. ആഹാ, എന്തെങ്കിലും ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ, അഭിനയിച്ചോളൂ ആള്. നമുക്ക് നോക്കാലോ. ഈ അമ്മ ചുമ്മാ പറയുന്നതാണ് കേട്ടോ ചേച്ചി. മോൾ എന്തിനാ ഇപ്പൊ പഠിക്കുന്നേ? ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ്. ആ, അപ്പൊ ആദ്യം പഠിക്ക, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ല, പ്രിയങ്ക എന്താ കുട്ടികളെ കൊണ്ടുവരാതിരുന്നേ? പ്രിയങ്കയ്ക്ക് കുട്ടികളില്ല, ട്രീറ്റ്മെന്റില്ല. ഐ എം സോറി കേട്ടോ. ദേ മണി ഇപ്പൊ തന്നെ 2:30. ഇനിയും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ റൂമിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കാന്നല്ലാതെ ഒരു പരിപാടിയും നടക്കൂല. അവൾമാര് പോവാത്തിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? കമലു, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടോ. അരവിന്ദൻ പറഞ്ഞ കണക്കെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. രാവുകാലം കഴിയാറായി. ഓ, ഇയാള് അണ്ണാ ഒരു പണി പണിഞ്ഞു നോക്കാം. വാ, നിങ്ങളിതി വാ. നിങ്ങടാ കിടക്ക്. കമലു, വർക്കൗട്ടാവോ? കമലേട്ടാ, ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. റെസ്റ്റോറന്റ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് 3 ബിരിയാണി വേണം. വേറെ എന്തെങ്കിലും? ബാക്കി കഴിച്ചിട്ട് മതി. ആ, പിന്നെ ദീപ്തിക്ക് ജ്യൂസ് മതിന്ന്. തന്നെ? ആന്നേ. പിന്നില്ലേ, സുചിത്രേച്ചിയുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനേ. അവരൊക്കെ വലിയ ഫാൻസാ ദീപ്തിയുടെ. പിന്നെ ഒരു കാര്യം അറിയോ? ദീപ്തി ഇപ്പേ ഞങ്ങളുമായിട്ട് നല്ല കൂട്ട കമലേട്ടാ. ദീപ്തിക്ക് ഒരേ നിർബന്ധം, ഞങ്ങൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കണമെന്ന്. അതാ നല്ലത് അല്ലേ കമലു? പിന്നെ ആ ചേട്ടാ, ബിരിയാണിയുടെ കാര്യം മറക്കല്ലേ. അപ്പൊ ശരി, എല്ലാരും ഹാപ്പി അല്ലേ? പിന്നെ വക്കീല് ഹാപ്പി അല്ലേ? സാറ്റിസ്ഫൈഡ്. അതെ, ഈ അടിയെങ്കിലും അടിച്ചാലോ? ആടിയെങ്കിലും നടക്കട്ടെ. എന്തുവാടേ കമലു ഇത്? സീരിയൽ ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോ നീ പോലീസിന്റെ പണിയും തുടങ്ങിയോ? സെറ്റിലോടുന്ന വണ്ടിയല്ലേ അണ്ണാ, അങ്ങനെ പലതും കാണും. നിങ്ങൾ വാ. ഓ, നിർത്ത് 6 മണി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. ആന ഇറങ്ങുന്ന വഴിയാ. താഴേക്ക് പോകണമെങ്കിൽ വന്ന വഴിയെ തിരിഞ്ഞ് ലെഫ്റ്റ് പോവാം. തിരിച്ചോ. ചേട്ടാ, ചായ ഉണ്ടോ? അയ്യോ, എല്ലാം കഴിയച്ചല്ലോ മോനെ. മോനെ, അങ്ങോട്ട് വണ്ടി പോവില്ല. അമ്പലത്തിൽ ഉത്സവമാണ്, റോഡെല്ലാം ബ്ലോക്കാ. അയ്യോ, പണിയായോ? നമുക്കൊന്ന് പോയി നോക്കാം. പോകത്തില്ല, അവിടേക്കാകെ ബ്ലോക്കാണ്. ഉത്സവം എന്താ ചേട്ടാ, ടൗണിലേക്ക് പോവാൻ ബ്ലോക്കാണ്, വണ്ടി പോവില്ല. താൻ ടെൻഷൻ ആവണ്ട. തൻ്റെ അച്ഛനെ വിളിച്ച് 2 വീലറുമായിട്ട് വരാൻ പറഞ്ഞാലോ? അയ്യോ, ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും 1 മണിക്കൂർ എടുക്കും. മാത്രല്ല, അപർണയുടെ അച്ഛനായിട്ട് നല്ല പരിചയ അച്ഛന്. വിളിച്ചു വെച്ച അങ്കിളെല്ലാം അറിയും. പിന്നെല്ലാം പൊളിയും. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നോ ഐഡിയ. എന്തൊക്കെ ബഹളം വരുന്നു. നടിയെ കൊണ്ടുവരുന്നു, നാട മുറിക്കുന്നു, ഹോട്ടലിൽ കൊണ്ടുപോയി, എൻ്റെ പൈസയും പോയി. അണ്ണാ, നിങ്ങൾക്ക് ആദ്യം കയറണ്ടേന്നാ? നിങ്ങൾക്ക് സമയം കൂടുതലാണോ അല്ലേ? എന്തിന്? എൻ്റെ അണ്ണ നമ്മളെ 2 മാസം അടിക്കേണ്ട പൈസയാണ് അവൾ ഒറ്റയ്ക്ക് വെറുതെ നിന്നത്, അറിയോ? പുല്ല്.
അപ്പോഴേ പറഞ്ഞാ ഞാൻ കവടി നിർത്തി സമയം നോക്കിയിട്ട് അവളെ കൊണ്ടുവന്നാ മതി. പകുതി കാശെങ്കിലും റീഫണ്ട് ചെയ്ത് കിട്ടൂടെ? കിട്ടുമോ? കമലു, നമുക്ക് ചോദിച്ചാലോ? റീഫണ്ട് തരാൻ അവളെന്തോന്ന് ഇന്ത്യൻ റെയിൽവേ ആണോ? ഈ ലോകത്ത് അവള് മാത്രമല്ലേ പെണ്ണായിട്ടുള്ളത്? ഇതിനെക്കാട്ടി കിട്ടില്ല സാധനത്തിന് ഞാൻ ഇറക്കും. ഇന്നത്തെ വെസ്പിന് നാളെ ബിരിയാണി കിട്ടിയിട്ട് എന്താ കാര്യം? അത് ശരിയാ. ഇപ്പോഴും അവിടെ മണം കയ്യിന്ന് പോകുന്നില്ലടേ. അണ്ണ സത്യം, അവളുടെ കണ്ണില് ആ നോട്ടം. അയ്യോ നേരാ. കമലുടെ നീ വിചാരിച്ച ഇന്ന് രാത്രി തന്നെ ഒരു ഐറ്റത്തെ ഇറക്കാൻ പറ്റൂലേ? കാശ് എത്ര മണി കൊടുക്കാടാ? ഞാൻ എന്താടാ മാമ? കൂട്ടുകാരാണ്ട് ഞാൻ ഒരെണ്ണം സാധനത്തിന് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം എന്നെ മാമാ പണിക്ക് വിളിക്കുന്ന. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, മനസ്സിലായ? അടിച്ച കവാലം നീരായിക്കളെ കേട്ടാ. കമലു പോലടാ. മാരാണ ഇയാൾക്ക് എന്തോ വേറെ പണി? ഞാൻ വെറുതെ എന്തോന്ന് വെറുതെ? തീപ്പെട്ടി ഉണ്ടാടേ? ഇല്ല, അടുക്കള ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ആ വേണ്ട, നീ വെക്കോ, ഞാൻ എടുത്തോളൂ. ഹലോ ഹലോ ചേച്ചി, കേൾക്കാമോ? ഇവിടെ കുറച്ച് റേഞ്ച് കുറവാ, അതാ. ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ അനു പറഞ്ഞു നാളെ പോയാൽ മതിയെന്ന്. ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല ചാ, അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. ആ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ആ എന്നാ ശരി അച്ഛാ, ചേച്ചിയോടൊന്ന് പറഞ്ഞേക്ക്, ഞാൻ വിളിക്കാച്ചാ.